നമസ്കാരം. ഓസ്ട്രേലിയയിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ പ്രതിഷേധവുമായി ഒരാൾ എത്തിയത് വലിയ വാർത്തയായിരിക്കുകയാണ്. അതീവ സുരക്ഷയുള്ള ഒരു ഹോട്ടലാണ് മോദി താമസിച്ചത്. ആ ഹോട്ടലിലേക്കാണ് ഒരാൾ മുദ്രാവാക്യം, ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എത്തിയത്. ഒരുപക്ഷെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് വരെ ഇയാൾ പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയാണ് സുരക്ഷാ വീഴ്ചയുണ്ടായത്? പ്രധാനമന്ത്രി മോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് ആ ഓസ്ട്രേലിയയിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ. അതീവ ഗൗരവമായ ഒരു വിഷയമായിട്ടാണ് ഇതിനെ രഹസ്യാന്വേഷണ ഏജൻസികൾ കാണുന്നത്. കാരണം ഇത്രയധികം സുരക്ഷയുള്ള ഒരു ഹോട്ടലിലേക്ക് എങ്ങനെ ഇയാൾ നുഴഞ്ഞു കയറി? തീവ്ര വലതുപക്ഷവാദിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി താമസിച്ച അതീവ സുരക്ഷയുള്ള ഹോട്ടലിലേക്ക് ആരുടെ സഹായത്താലാണ് ഇയാൾ എത്തിയത്? മാത്രവുമല്ല, മോദി പ്രസംഗിച്ച മറ്റ് ചില ഇടങ്ങളിലും ചില പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അങ്ങനെയെങ്കിൽ എന്തായിരുന്നു ഇക്കൂട്ടരുടെ ലക്ഷ്യം എന്നതടക്കം രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഇന്ത്യക്കാരുടെ കുടിയേറ്റം അവസാനിപ്പിക്കണമെന്ന് വിളിച്ചു പറഞ്ഞാണ് ഹ്യൂഗോ ലെനോൺ എന്നയാൾ ബഹളം വെച്ചത്. പരസ്പര വ്യാപാരം 35,000 കോടിയായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ധാരണയായിരുന്നു. അതേസമയം ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി മോദി ദില്ലിക്ക് മടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ തങ്ങിയ ഹോട്ടലിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അത് ഓസ്ട്രേലിയൻ സർക്കാരിന് നാണക്കേടാണ്. ഒപ്പം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ അതീവ സുരക്ഷാ മേഖലയിലുള്ള ഒരു സ്ഥലത്ത് ഒരു വിദേശ പൗരൻ കയറി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തിന് വലിയ പ്രശ്നമാണ്. അതുമാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉയരുന്ന സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രി ലോബിയിൽ നിന്ന് നടന്നു നീങ്ങിയ ഉടനെയാണ് ഈ ഹ്യൂഗോ ലെനോൺ എന്നയാൾ ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർ വേണ്ട എന്ന് വിളിച്ചു പറയുന്നതും ആക്രോശിക്കുന്നതും. ഓസ്ട്രേലിയക്കാർക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഇയാൾ ബഹളം വെക്കുകയായിരുന്നു. ഹോട്ടലിന്റെ ബാൽക്കണിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച ഇയാളെ പോലീസ് ഉടൻ തന്നെ നീക്കുന്ന സാഹചര്യമുണ്ടായി. തീവ്ര വലതുപക്ഷ കൂട്ടായ്മയിലെ അംഗമാണ് ഇയാൾ എന്നാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്. അതീവ സുരക്ഷയുള്ള ഹോട്ടലിൽ എങ്ങനെ ഇയാൾക്ക് കയറാനായി എന്ന് ഇന്ത്യൻ ഏജൻസികളും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. പിന്നീട് മോദി ഇന്ത്യൻ സമൂഹത്തോട് സംസാരിച്ച മർവൻ സ്റ്റേഡിയത്തിന് മുന്നിലും ഇതേ സംഘം എത്തി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ത്യക്കാരുടെ കുടിയേറ്റം വേണ്ട എന്നാണ് ഈ ഗ്രൂപ്പും നിരന്തരം വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തോടെയാണ് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ എടുത്തിരിക്കുന്നത്. എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? എന്തൊക്കെ തീരുമാനങ്ങളുമായിട്ടാണ് ഇവർ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യത്തിലും ഈ ഹോട്ടലിലുമൊക്കെ എത്തിയത് എന്ന ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. അന്വേഷണം പുരോഗമിക്കുന്നു.